കേരളം ബൈക്ക് പ്രേമികളുടെ നാടാണ്. സൂപ്പർ ക്രോസ് മത്സരങ്ങൾ നടക്കുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും വലിയ ജനക്കൂട്ടം. പക്ഷേ നാട്ടിലൊക്കെ ബൈക്ക് പറത്തി നടക്കുന്നവർക്ക് കഴിവ് തെളിയിക്കാൻ എന്താണ് ഒരു വഴി? മോട്ടോക്രോസ് മത്സരങ്ങൾ ഓടിക്കുന്നവർ ധാരാളമുണ്ട്. പക്ഷേ ട്രാക്ക് റേസിംഗ് വേറെ ലെവലാണ്. അതിലേക്ക് എത്താൻ എന്ത് ചെയ്യണം? നമുക്ക് MotoGPയിൽ മത്സരിക്കാൻ പറ്റുമോ? ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓടിക്കുന്ന ബൈക്കുകൾ ഓടിച്ചല്ല MotoGP വരെ എത്തുന്നത്. നമ്മൾ ഓടിക്കുന്ന പ്രൊഡക്ഷൻ ബൈക്കാണ്, എന്ന് വെച്ചാൽ ഷോറൂമിൽ വിൽക്കുന്ന ബൈക്ക്. അതിന്റെ ഏറ്റവും ഉയർന്ന മത്സരം WSPK എന്ന് വിളിക്കുന്ന വേൾഡ് സൂപ്പർ ബൈക്ക് ചാമ്പ്യൻഷിപ്പാണ്. MotoGP റേസിംഗിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന പ്രോട്ടോടൈപ്പ് ബൈക്കിലാണ് നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ പിള്ളേർ പറയുന്ന പ്രധാന പ്രശ്നം റേസിംഗിന് വരുന്ന വലിയ ചിലവാണ്. അത് ശരിയുമാണ്. പക്ഷേ ബാക്കിയുള്ള ഏത് മത്സരങ്ങൾ പോലെ നമുക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നറിയണ്ടേ? കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ വാലന്റീനോ റോസി ആയനെ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ മിക്കവാറും റോഡിലൂടെ അഭ്യാസം കാണിക്കുന്നവരുമായിരിക്കും. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, റേസ് ട്രാക്ക് റോഡ് പോലെയല്ല. നല്ല റൈഡിംഗ് സ്കില്ലും നല്ല ബുദ്ധിയും ഉണ്ടെങ്കിലേ നല്ല റേസർ ആവാൻ പറ്റൂ. വണ്ടി ഓടിക്കുന്നതിന് എന്തിനാ ബുദ്ധി എന്നല്ലേ? റേസ് ട്രാക്കിൽ സമയത്തിന് മില്ലി സെക്കൻഡുകളുടെ നീളമാണ്. എന്ന് പറഞ്ഞാൽ സെക്കൻഡിന്റെ 1000-ൽ അംശം. മിക്കവാറും റേസർമാർ ഓരോ ലാപ്പിലും കുറയ്ക്കാൻ ശ്രമിക്കുന്നത് 10 മില്ലി സെക്കൻഡ് ഒക്കെയാണ്. അതിനുവേണ്ടി ട്രാക്കിലെ ഓരോ ലൈനുകളും മനസ്സിലാക്കുക, ഓരോ തരം ടയറുകൾ എത്രമാത്രം ഗ്രിപ്പ് തരും, സസ്പെൻഷൻ ഓരോ കോർണറുകളിലും എങ്ങനെ പ്രവർത്തിക്കുന്നു, ആ സ്പീഡിലും എതിരാളിയുടെ അടുത്ത നീക്കം മനസ്സിലാക്കി നമ്മുടെ ലൈനുകൾ തീരുമാനിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ഓടിച്ചാലേ ഒരു റേസ് ജയിക്കാനാവൂ. ഏറ്റവും ചെറിയ ഇന്റർനാഷണൽ റേസുകളിൽ പോലും 50-60 കിലോമീറ്റർ ഒറ്റയടിക്ക് പരമാവധി വേഗത്തിൽ ഓടിക്കുകയാണ്. അതിനനുസരിച്ച് നമുക്ക് ശാരീരിക ക്ഷമതയും മനഃശക്തിയും വേണം. അതുകൊണ്ട് ഞാൻ പറയും, താല്പര്യമുള്ളവർ തനിക്ക് ഇതിന് കഴിയുമോ എന്ന് ഒരിക്കലെങ്കിലും ശ്രമിച്ചു നോക്കണം. അതിനുവേണ്ടി ചിലവാകുന്ന പൈസ അങ്ങ് പോട്ടെ എന്ന് വെക്കണം. ഒരു ടൂർ പോയെന്ന് കരുതിയാൽ മതി. ഇനി ഓടിച്ചു കഴിയുമ്പോൾ നിങ്ങളൊരു റേസർ മെറ്റീരിയൽ ആണെങ്കിൽ വലിയ ചിലവില്ലാതെ മത്സരിച്ചു തുടങ്ങാൻ ചില മാർഗങ്ങളുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം.